ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാനിതൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റാർ പുളിഞ്ചിക്കയില്ലേ, അതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അധികം പാകമാകാത്ത കുറച്ച് സ്റ്റാർ പുളിഞ്ചിക്ക എടുത്തിട്ടുണ്ട്. സ്റ്റാർ ആകൃതി തന്നെ ഞാൻ കട്ടാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പിടിച്ച് പുളിഞ്ചിക്കയുടെ കളറൊക്കെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതിയാകും. അതിനുശേഷം കടുവും ഉലുവയും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകോ നമ്മളെ മലക്കറി മുളകോ കാന്താരി മുളകോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് 2 സ്പൂൺ അച്ചാർ പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് അച്ചാറിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ചും കൂടെ ഞാൻ മൂപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സ്റ്റാർ പുളിഞ്ചിക്കയില്ലേ, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ സമയം ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുതേ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1 സ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റാർ പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലങ്ങ് ഒരുപാടങ്ങ് വെള്ളം ഇങ്ങനെ നീര് അരപ്പില്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ഞാൻ ട്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ദിവസം ഭരണിയിലോ കുപ്പി ബോട്ടിലില്ലേ, അതിനകത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒത്തിരി ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു അച്ചാറാണിത്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.